ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവർക്ക് സവർക്കർ എന്തുകൊണ്ടാണ് ഇത്ര തൊട്ടുകൂടാത്ത ഒരാളായി മാറിയത് എന്നുള്ളതാണ്. കാരണം ഒന്ന് നോക്കൂ, രാഹുലിനെ പോലെയുള്ള ആളുകൾ, അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, കോൺഗ്രസിലെ പല നേതാക്കളൊക്കെ ഇന്ന് സവർക്കറെ വലിയ രീതിയിൽ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ പേരിൽ നിയമ നടപടികൾ വരെ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ അപ്പോഴും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിന് ശേഷവുമൊക്കെ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർ വാഴ്ത്തുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് കോൺഗ്രസിനും ഇടത് ജിഹാദി എക്കോസിസ്റ്റങ്ങൾക്കും വെറുക്കപ്പെട്ടവനായി? തന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അന്ധമായ സംഘപരിവാർ വിരുദ്ധത, അല്ലെങ്കിൽ അന്ധമായ ഒരു ഹിന്ദു വിരുദ്ധത. ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുമൊക്കെ സവർക്കറെ അന്ധമായി എതിർക്കുന്നത്, അല്ലെങ്കിൽ സവർക്കറുടെ പങ്ക് എതിർക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം സവർക്കർ ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് എന്ന് പറഞ്ഞ്, ഭാരതത്തിന്റെ മഹാനായ പുത്രനാണെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവരുടെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്, അതോടൊപ്പം തന്നെ AKG ഉൾപ്പെടെ സവർക്കർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഉൾപ്പെടെ സവർക്കർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ അവരുടെ പിന്മുറക്കാരെന്ന് പറയുന്നവരാണ് എന്ന് പറയുന്നത് സവർക്കർ രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു എന്നൊക്കെ. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു എന്നുള്ള ചരിത്ര വസ്തുത ഒരുപാട് സംവാദങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അന്ന് അത്തരം തടവുകളിൽ കിടക്കുന്നവർ അത്തരം മാപ്പുകൾ എഴുതി കൊടുക്കാൻ നിർബന്ധിതമായിരുന്ന ഒരു ഘട്ടമാണ്. അത് ഒട്ടുമിക്ക തടവുകാരെല്ലാവരും ചെയ്തിട്ടുണ്ട്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ മാപ്പോട് മാപ്പ് മാത്രമല്ല, അതിലെ ഭാഷ വായിച്ചാൽ തന്നെ നമുക്ക് തോന്നും അവർ ഇതിലും ഭേദം അവർ കാല് നക്കുന്നതായിരുന്നു. അതെ 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 അതെ. അപ്പോ അത്തരത്തിലുള്ള എന്തുകൊണ്ട് സവർക്കർ ഇവർക്ക് തൊട്ടുകൂടാത്തവനായി എന്ന് ചോദിച്ചാൽ ഉത്തരം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സവർക്കർ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ സമൂഹത്തിന്റെ ഒരു ചരിത്രരേഖകളിൽ നിന്ന് മാറ്റി വെക്കാനാണ് ഈ കൂട്ടര് ഇത്രയും നാൾ ഭരിച്ചിരുന്ന സ്വാതന്ത്ര്യാനന്തരം ഭരണത്തിലിരുന്ന ഈ കൂട്ടര് ശ്രമിച്ചിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ആ കള്ളങ്ങളെല്ലാം പൊളിയുകയാണ്. അതെല്ലാം സവർക്കറുടെ പോരാട്ടം എന്തായിരുന്നു എന്ന് ഇന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, ഇത്രയും നാളുകൊണ്ട്. അത് വീണ്ടും വെളിച്ചത്ത് വരുന്നത്, ഇവർ മൂടി വെക്കാൻ ശ്രമിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു വെപ്രാളം, അതിലുള്ള ഒരു വെകിളി പിടിച്ചിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള ഒരു ഇതിന്. പ്രജിത്ത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, പണ്ട് ഒരു കലോത്സവത്തിന്റെ ഒരു സ്വാഗത ഗാനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ഒരു സംഘപരിവാർ ബന്ധമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തായിരുന്നു. അന്നും ഇതേപോലെ കുറെ വിഷയങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു വിരുദ്ധത, അല്ലെങ്കിൽ അതിനെ ഒരു മതപരമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുക, അത് അങ്ങനെ കാവ്യവൽക്കരിക്കുക എന്നുള്ള ഒരു ചിത്രമൊക്കെ നൽകിയിട്ട് ഇതിനെ അങ്ങ് ഒരു പ്രത്യേക സമുദായത്തിന്, അല്ലെങ്കിൽ പ്രത്യേക ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് പാത്രമാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മഹേഷ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഈ സവർക്കറിനെ ഇവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിന് കുറച്ചുകൂടി നമ്മൾ വിശാലമായി നോക്കേണ്ടതുണ്ട്. കാരണം സവർക്കറിന്റെ ആദ്യഘട്ടത്തിലെ വിപ്ലവകാരിയായിട്ടുള്ള പ്രവർത്തനം, പിന്നീട് അദ്ദേഹം ഹിന്ദുത്വയുടെ വലിയൊരു വക്താവായി മാറുകയും, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു കാലഘട്ടത്തിൽ പലവിധ അനാചാരങ്ങളിലും പെട്ടുകിടന്നിരുന്ന ഹിന്ദു സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ പല സന്ദേശങ്ങളും കൊടുത്തയാളാണ് വിനായക ദാമോദർ സവർക്കർ എന്ന് പറയുന്ന VD സവർക്കർ എന്നുള്ളതാണ്. അദ്ദേഹം പലവിധമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ പലവിധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ്റെയും അതിനു മുൻപുള്ള ഈ മുഗൾ ആധിപത്യത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരു അടിമപ്പെട്ട് കിടന്ന ഹൈന്ദവ സ്വത്വത്തിനെ അതിനൊരു യുദ്ധകാഹളം മുഴക്കാനോ അല്ലെങ്കിൽ ഒരു സിംഹഗർജനം മുഴക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുതിയൊരു നാവ് നൽകിയ ആളാണ് സവർക്കർ. അപ്പോൾ ആ ഒരു നീക്കം, അങ്ങനെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ജിഹാദികളെയും ഈ പറയുന്ന ഇടത് ജിഹാദി കോൺഗ്രസ് ഈ പറയുന്ന ആ എക്കോസിസ്റ്റത്തെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒക്കെ അതിന്റെ ഒരു വശമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്.